റെവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 11ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മോഡിഫൈഡ് ടാബിനകത്തുള്ള ട്രിം എന്ന് പറയുന്ന കുറച്ച് ടൂളുകളുണ്ട്. 3 ടൈപ്പ് ട്രിമ്മുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ടൈപ്പ് ട്രിമ്മുകളെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന വേറൊരു ടൂളും ഉണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ട്രിം എന്ന് പറയുന്ന ടൂളുകളെ കുറിച്ചിട്ട് നോക്കാം. ട്രിമ്മിൽ തന്നെ 2 തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ട്രിമ്മാണ് ട്രിം എക്സ്റ്റെൻഡ് ടു കോർണർ. ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ട്രിം സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഞാൻ ഇപ്പോൾ കുറച്ച് വോളുകൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ വോളുകളെ നമുക്ക് എങ്ങനെ ട്രിം ചെയ്യാം, അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ട്രിം വിത്ത് എക്സ്റ്റെൻഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ട്രിം സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പം ഈ ഒരു വാളിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യാം. എന്നാൽ ഇങ്ങോട്ടുള്ളത് എനിക്ക് ആവശ്യമില്ല. അതായത് ഇത് നേരെ വന്ന് കണക്ട് ആയി ഒരു 90 ഡിഗ്രിയിൽ കണക്ട് ആയിട്ട് പോകണം. അങ്ങനെ കണക്ട് ആയി പോകണമെങ്കിൽ ആദ്യം ഞാൻ ഇത് സെലക്ട് ചെയ്തതിനു ശേഷം, അതായത് ഈ ഒരു പൈപ്പാണ് ഇതിലേക്ക് വന്ന് കണക്ട് ആകേണ്ടത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഈ ഒരു പൈപ്പ് സെലക്ട് ചെയ്ത് എന്നിട്ട് ഏത് പൈപ്പാണോ ഒന്ന് കണക്ട് ആകേണ്ടത് ആ പൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഒരു പൈപ്പ് ഇതിലേക്ക് വന്ന് ജോയിന്റ് ആയി, അതായത് ബാക്കിയുള്ള ഭാഗം ട്രിമ്മായി പോവുകയും ചെയ്തു. ഇങ്ങനെ വന്ന് ജോയിന്റ് ആയി ഒരു 90 ഡിഗ്രിയിൽ നമുക്കിവിടെ അത് കണക്ട് ആയി. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു സൈഡിൽ പൈപ്പ് ആവശ്യമില്ല. അതായത് ഇവിടെ നിന്ന് ഇത് കണക്ട് ആയി ഇങ്ങോട്ട് പോയാൽ മതി, ഇങ്ങോട്ട് എനിക്ക് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണോ വേണ്ടുന്ന ആ സൈഡ് ആ ഒരു പൈപ്പുകളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കണം. എനിക്കിതിപ്പം ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തെ പോകും, അതല്ല ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ളത് പോകും. അപ്പോൾ നമുക്ക് ട്രിമ്മിങ് ചെയ്യാൻ പറ്റും, ട്രിം വിത്ത് എക്സ്റ്റെൻഡും ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു പൈപ്പ് ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ഈ ഒരു എലമെന്റ് സെലക്ട് ചെയ്ത ശേഷം ഇതിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇപ്പം ഈ ഒരു പൈപ്പ് ഇതിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്തപ്പോൾ ഈ ഒരു സൈഡിലെ ട്രിമ്മായി പോയി, ഈ ഒരു സൈഡ് കണക്ട് ആയി. എന്തുകൊണ്ട് ഈ സൈഡ് കണക്ട് ആകുകയും ഈ സൈഡ് ട്രിം ആവുകയും ചെയ്തില്ല? അതെന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് സെലക്ട് ചെയ്യാൻ നേരത്ത് ഇത് കണക്ട് ആവുന്നത് എങ്ങനെയാണ്? നേർരേഖയിലായിരിക്കും വന്ന് കണക്ട് ആവുന്നത്. ആ നേർരേഖയ്ക്ക് ഇപ്പുറത്താണ് നമ്മൾ മൗസ് പോയിന്റ് വെച്ച് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു പൈപ്പിനെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ സൈഡ് ട്രിം ആവുകയും ഈ സൈഡ് കണക്ട് ആവുകയും ചെയ്യും. നമുക്ക് നോക്കാം. ഇപ്പം പൈപ്പ് സെലക്ട് ചെയ്തു, ഞാനിവിടെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ കണക്ട് ചെയ്തപ്പോഴേക്കും നമ്മൾ ഈ ഒരു ലൈൻ ഇപ്പുറത്താണ് മൗസ് ക്ലിക്ക് ചെയ്തത്, അതുകൊണ്ടാണ് ഈ സൈഡ് സെലക്ട് ആയത്. ഓക്കെ, അതേസമയം ഞാൻ ഈ സൈഡിലാണ് മൗസ് പോയിന്റ് വെച്ചത് ഈ ഒരു പൈപ്പിനെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ സൈഡ് ട്രിമ്മായി പോകും, ഈ സൈഡ് കണക്ട് ആവും. നമുക്ക് നോക്കാം, കണ്ടോ? അപ്പൊ ഇതാണ് എക്സ്റ്റെൻഡ് ടു കോർണർ എന്ന് പറയുന്ന ട്രിമ്മർ. ഓക്കെ, ഇവിടെ ട്രിമ്മില് 2ാമത് തന്നിരിക്കുന്ന ഒരു ടൂളാണ് എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റ്. ഈ ഒരു ടൂളിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ എനിക്ക് ഈ ഒരു എലമെന്റ് ട്രിം ചെയ്യണം. ഇത് ട്രിം ചെയ്യാൻ നേരത്ത് എനിക്ക് ഈ ഒരു എലമെന്റിന്റെ ഫുൾ സൈസ് കിട്ടുകയും വേണം, എന്നാൽ ഇങ്ങോട്ടുള്ള ഭാഗം പോവുകയും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏത് എലമെന്റ് ആണോ നമുക്ക് മൊത്തത്തിൽ വേണ്ടത് ആ ഒരു എലമെന്റ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ട്രിം ചെയ്യേണ്ട എലമെന്റ് ഏതാണോ അതിൽ ഏത് സൈഡാണോ വേണ്ടത് അവിടെ കൊണ്ടുവന്ന് അപ്പോൾ ഇതുപോലെ ട്രിം ചെയ്യാൻ കഴിയും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു എലമെന്റ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം ഈ സൈഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങോട്ടുള്ള ട്രിമ്മായി ഈ ഒരു സൈഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ സംഭവിച്ചത് എന്താണ്? നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത എലമെന്റ് അതുപോലെ തന്നെ നിൽപ്പുണ്ട്. 2ാമത് സെലക്ട് ചെയ്യുന്ന എലമെന്റിന്റെ ഒരു സൈഡ് ട്രിമ്മായി പോകും. എന്നാൽ നമ്മൾ എക്സ്റ്റെൻഡ് ടു കോർണർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇതൊരു എൽ ഷേപ്പിലായിട്ട് മാറും. എന്നാൽ ഇവിടെ സംഭവിച്ചത് ഏതെങ്കിലും ഒരു എലമെന്റ് മാത്രം ട്രിം ആയിട്ട് മാറും, മറ്റേ എലമെന്റ് അതുപോലെ തന്നെ കാണും. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഇപ്പൊ എനിക്ക് ഈ ഒരു എലമെന്റ് ഇതിലേക്ക് വന്ന് കണക്ട് ആവണം. നമ്മൾ എക്സ്റ്റെൻഡ് ടു കോർണർ ആണ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോണത് എന്താണ്? ഈ ഒരു രീതിയിൽ ഒന്ന് കട്ടാവും. പിന്നെ നമ്മൾ ഏത് സൈഡാണോ റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നത് ആ ഒരു സൈഡ് മാത്രം ഉണ്ടാവും, ബാക്കിയുള്ള സൈഡ് ട്രിം ആയി പോകും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം ഈ ഒരു എലമെന്റ് ഇവിടെ സെലക്ട് ചെയ്തു, അതിനുശേഷം ഇതിലേക്ക് കൊണ്ട് കണക്ട് ചെയ്തു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ ഫിക്സ് ആയിരിക്കുന്ന എലമെന്റ് അതുപോലെ തന്നെ ഉണ്ടാവും, അതിലേക്ക് വന്ന് കണക്ട് ആകത്തേ ഉള്ളൂ. ഇവിടെ ട്രിമ്മിങ് സംഭവിക്കുന്നില്ല, ഇവിടെ എക്സ്റ്റെൻഡ് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇതും കണക്ട് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, എനിക്കിപ്പം ഈ മേളിലേക്ക് പോകുന്ന ഒരു പൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു വോളോ എലമെന്റ് എന്തോ ആയിക്കോട്ടെ, അത് വേണ്ടെങ്കിൽ എന്താണ്? ആദ്യം ഇത് സെലക്ട് ചെയ്യണം, അതിനുശേഷം ഇത് സെലക്ട് കൊടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക് ഒരു T പോലെ ഇത് വന്നു. ഓക്കെ, അതുപോലെ ഇത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ കണക്ട് ചെയ്യാൻ കഴിയും. അതല്ല ഇവിടെ ഇപ്പം ഇങ്ങനെ സെലക്ട് ചെയ്തതിനു ശേഷം ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഈ സൈഡാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു പൈപ്പ് മൊത്തത്തിൽ പോയി ഇത് മാത്രം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്റ്റെൻഡ് സിംഗിൾ എലമെന്റിന്റെ ഉപയോഗം. ട്രിമ്മിൽ തന്നിരിക്കുന്ന മറ്റൊരു ടൂളാണ് എക്സ്റ്റെൻഡ് മൾട്ടിപ്പിൾ എലമെന്റ്. ഈ ഒരു ടൂളിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്തതിനു ശേഷം സെയിം തന്നെയാണ് ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു എലമെന്റ് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ട്രിം ചെയ്യാനോ അല്ലെങ്കിൽ കണക്ട് ചെയ്യാനോ ഉണ്ടെങ്കിൽ ആ ഒരു എലമെന്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഒരെണ്ണം മാത്രമല്ല, മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കാൻ കഴിയും. കാരണം ആദ്യം ഒരെണ്ണം സെലക്ട് ചെയ്തു, അതിനുശേഷം
നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇതുപോലെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് എക്സ്റ്റെൻഡ് മൾട്ടിപ്പിൾ എലമെന്റിന്റെ ഉപയോഗം. ഇപ്പൊ എനിക്ക് ഈ ഒരു പൈപ്പിലേക്ക് ഇതെല്ലാം വന്ന് കണക്ട് ആകണമെങ്കിൽ ഒരു ഒറ്റ പ്രാവശ്യം തന്നെ സെലക്ട് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ സെലക്ട് ശേഷം ഈ ഒരു പൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു എലമെന്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് ഈ ഒരു പൈപ്പ് ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇത് കൊടുക്കാം. ഇവിടെ എക്സ്റ്റെൻഡ് മാത്രമാണ് സംഭവിക്കുന്നത്, ട്രിമ്മിങ് നടക്കുന്നില്ല. നമുക്ക് ഇതും കണക്ട് ചെയ്യണം, ഇതും കണക്ട് ചെയ്യണം, ഇനി ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഇത് കണക്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പൈപ്പ് ഇതിലേക്ക് വന്ന് കണക്ട് ആവണമെങ്കിൽ അതും പോസിബിൾ ആണ്. ഇവിടെ നോക്കുമ്പോൾ പറയാം കൃത്യമായിട്ട് ഇത് ചെന്ന് കണക്ട് ആയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് എക്സ്റ്റെൻഡ് മൾട്ടിപ്പിൾ എലമെന്റിന്റെ ഉപയോഗം. മോഡിഫൈ ടാബിനകത്ത് തന്നിരിക്കുന്ന മറ്റൊരു ടൂളാണ് ഡിലീറ്റ്. ഡിലീറ്റിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് ഡി. നമുക്ക് ഏതെങ്കിലും ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ വന്ന് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകും. അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ട എലമെന്റ് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മളെ കീബോർഡിനകത്തുള്ള ഡിലീറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടെ ഈസി വർക്ക് അതാണ്. അപ്പോൾ മോഡിഫൈ ടാബിനകത്തുള്ള ടൂളുകൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്.